ഒരുപാട് സ്പെഷ്യൽ ഐറ്റംസ് ഇവിടെ ഉണ്ടെങ്കിലും ഇപ്പം ഞാൻ ഇവിടുന്ന് കഴിക്കുന്നത് ഒരു ബിരിയാണി മാത്രമാണ്. 2 ബിരിയാണി കണ്ടിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട 2 വനക്ക് കയറ്റാനാണെന്ന് അല്ല, എൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട്. ഇതാണ് ഇവിടുത്തെ മട്ടൻ ബിരിയാണി. ഇതിൻ്റെ അകത്ത് 3 മട്ടൻ്റെ പീസ് ഉണ്ടായിരുന്നു. പിന്നെ മട്ടനുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കോഴീൻ്റെ മുട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ഥിരം രീതിയിൽ ആദ്യം ലേശം ബിരിയാണി റൈസ് മാത്രം കുഴച്ചിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയാൽ 2 സൈഡായിട്ട് സ്പെഷ്യൽ ഐറ്റംസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം ചെറിയൊരു കഷ്ണം മട്ടൻ പീസ് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കി. ഇതൊരു തമിഴ് ബിരിയാണിയാണെന്ന് പറയുന്നതിനേക്കാളും ഒരു ചെട്ടിനാട് ബിരിയാണിയാണെന്ന് പറയുന്നതാവും കേട്ടോ കുറച്ചും കൂടി ഉചിതം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ 2 സ്പെഷ്യൽ ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ, അതിലൊന്ന് നാട്ടുകോഴി പെപ്പർ മസാലയും പിന്നെ മറ്റേത് മട്ടൻ ഫ്രൈയുമാണ്. ഈ ബിരിയാണി റൈസിൻ്റെ ഫ്ലേവർ ഒരു രക്ഷയില്ലേ. ആ മട്ടൻ്റെ നെയ്യിൻ്റെ ഫ്ലേവറും പിന്നെ ചെട്ടിനാട് മസാലേൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് ബിരിയാണി അടിപൊളിയായിരുന്നു. പിന്നെ ഇതിൻ്റെ അകത്ത് മട്ടൺ അങ്ങനെ ഭയങ്കര ജ്യൂസി ഒന്നും അല്ലെങ്കിലും നല്ല സൂപ്പർ സോഫ്റ്റ് ആയിരുന്നു. അതിനുശേഷം എല്ലാം കൂടെ ഒന്ന് ദഹിക്കാൻ വേണ്ടിയിട്ട് ലേശം പ്ലെയിൻ റൈസും രസവും കൂടെ ചേർത്തിട്ടും കഴിച്ചു. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് ചെന്നൈ റെഡ് ഹിൽസിലെ ദിവ്യ ചെട്ടിനാട് ഹോട്ടലാണ്. അപ്പോൾ ശരി.